വൈകുന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി നോക്ക്. നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ രാത്രി നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോ ഈ രാത്രിയിലാണ് കേട്ടോ. രാത്രിയിലാണ് നമുക്കൊരു ഒഴിവുള്ളൂ. ഇന്നിപ്പോൾ ഇതാ മക്കളുടെ സ്കൂളൊക്കെ പൂട്ടി. ബാക്കിയുണ്ടല്ലോ 11 ബാക്കി. ഞാൻ വാങ്ങണം വിചാരിച്ച കേട്ടോ. ഇതേപോലത്തെ ഉണ്ടാവും. ഇത് കാണാൻ നല്ല രസമല്ലേ? ഇതേപോലത്തെ ഇത് എൻ്റെ കയ്യിൽ ഞാൻ 6 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 5 എണ്ണ ആയി. 1 പൊട്ടി ഇന്നലെ. തണുപ്പ് പിടിച്ചില്ലേ? ഇപ്പോൾ തണുപ്പ് പിടിച്ചു. നമ്മുടെ വീട് പണി മക്കാറാക്കാൻ വേണ്ടിട്ട് മഴ പെയ്യ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. മക്കാറാക്കിട്ടോ. നമ്മള് എന്ത് ചെയ്യാൻ നിൽക്കുമ്പോഴും അനുഗ്രഹം അറിയോ? മെല്ലെ മഴ പെയ്യട്ടെ ഇനി, അല്ലെങ്കിൽ വേനൽക്കാലം. അതന്നെ പറയുന്നത്. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരില്ലേ, മഴ പെയ്താൽ മഴേനെ പ്രാകും, വെയിലെറിച്ച വെയിലിനെ പ്രാകും. എന്തോ ഒരു മനുഷ്യരല്ലേ ഇത്. ശരിക്കും പറഞ്ഞാൽ മഴയ്ക്കൊന്ന് ആർത്തരിച്ച് പെയ്യാനും കൂടി ഒരു സ്വാതന്ത്ര്യം ഇല്ല പറഞ്ഞാലോ. ഇട്ടാൻ പറ്റിയ വള നീ വാങ്ങിയത് നല്ല ചന്തണ്ട്. ഇല്ല കയ്യിന്റെ അങ്ങോട്ട് കയറി കിടക്കും, മുട്ടിന്റെ അവിടേക്ക് കയറി കിടക്കും പോലെ. മുട്ടിന്റെ അവിടേക്ക് അങ്ങോട്ട് കയറി കിടക്കും പോലെ തോന്നുന്നു. അത് ഞാൻ നിർബന്ധിക്കാൻ തുടങ്ങിയിട്ടപ്പോൾ മക്കളെയൊക്കെ കുപ്പിവളയ്ക്കൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഞാൻ ഓൺലൈനിൽ കുപ്പിവള നോക്കിയിട്ടൊന്ന്, പക്ഷേ ഇപ്പം എന്തായാലും നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ ചേരും. ഇന്ത്യയിലും ഉണ്ട് കുറേ ഇത്. ഇനി ഇവർക്ക് പാകാവണ്ടേ? മോതിരായിട്ടുണ്ട്. മേമൊക്കെ ഇറങ്ങാനുള്ള മോഡലുകളെ തന്നെയാണ്, ഇറങ്ങിയ മോഡൽ നല്ല തന്നെയാണ്. മീൻ വറുത്തത് കൊടുക്ക്. മീൻ വറുത്തത് എന്താ ചെയ്യണ്? അതൊക്കെ മീൻ വറുത്തത് എവിടെ? ഗതികേട് എന്റെ ദൈവമേ. ഫോണ് കൊടുത്തതാണ്. ആനിമൽ പ്ലാന്റ് ഇതൊന്നും അവന് വേണ്ടപ്പോ എന്റെ ഫോൺ തന്നെ വേണ്ട. സുഖന്യ കൊടുത്തോ. അമ്മ എവിടെയെന്ന് വിചാരിക്കും. അമ്മ എവിടെ? തൊട്ട വീട്ടില്. അമ്മ തൊട്ട വീട്ടില് പോയിക്കോട്ടോ. അപ്പൊ വരും. കുഞ്ഞ് എന്താട്ടനെ സമയം നോക്കേ. അപ്പോൾ നമ്മളില്ലേ ഇന്ന് വൈകുന്നേരത്തില്ലേ ഒരു വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ. ചിക്കൻ കറിയല്ല കേട്ടോ, ചിക്കൻ വരട്ടുക. അതിന് ചെറിയ ഉള്ളി മാത്രമാണ് കേട്ടോ എടുത്തേക്കണത്. ഒന്ന് നേരെ, പക്ഷെ ചെറിയ ഉള്ളി കൂട്ടിയിട്ട് ചിക്കൻ വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ? ഉണക്കമല്ലിയും ഉണക്കമുളകും ഒക്കെ പാടെ കൂട്ടിയിട്ട് വെക്കണം. മല്ലിയൊന്നും കൂട്ടാതെ കേട്ടോ ചിക്കൻ വെക്കുന്നത്. മല്ലിയും കൂട്ടില്ലേ? മസാല ഇല്ലാത്ത ചിക്കനാ? മസാലയില്ലാത്ത ചിക്കനാ. അതിൻ്റെ ഉള്ളിൽ മസാല വേണ്ട, ഒരുപാട് മസാല ഇല്ലാതെ. എപ്പോഴും ഈ കറി വെക്കുമ്പോഴേ കറി വേണ്ട കുഞ്ഞോ അതവിടെ വെക്കണം. നീ മതി. നന്നായിട്ടുണ്ട്. ഓ, ഉണക്കമുളക് കിട്ടോ? ഈ ഉണക്കമുളകില്ലേ ഞെട്ടി കളയട്ടെ. ഞെട്ടി എന്താലേ ഓണം വന്നപ്പോ അതൊക്കെ തൂക്കത്തിൽ പൈസ കൊടുത്താ അതൊക്കെ അത് ശരിയാ. അയ്യോ, ഉണക്കമുളകിൻ്റെ ഞെട്ടി. എന്താ, നമ്മൾ നാളെ കോങ്ങാട് പോയപ്പോൾ കോങ്ങാട്ടിൽ നിന്ന് തന്നെ മുളക് വാങ്ങിയിട്ട് അപ്പം തന്നെ മില്ലിൽ പൊടിച്ചിട്ട് പോവുക. ഈ ഉണക്കമുളകൊന്നൊക്കെ കഴുകിയിട്ടില്ലെങ്കിലേ ഇതിൽ എലിക്കാട്ടമൊക്കെ ഉണ്ടാവേ. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് പൊടിപ്പിച്ചിട്ട്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ പൊടിയിൽ എത്രയൊക്കെ കെമിക്കൽ ഉണ്ടാവുമെന്ന്. എന്ത് മുളകേ
മുളക് അരയ്ക്കുമ്പോ ഇത് ഞെട്ടി കളയാൻ പാടില്ലല്ലോ. പൈസ കൊടുത്തല്ലേ അതുകൊണ്ട് ഒന്നും കളയരുത്. തൂക്കത്തിന് പൈസ കൊടുത്തല്ലേ? അത്ര പൈസ കൊടുത്തപ്പോ എന്താ ചെയ്യാ? എന്താണ് 10 മുളക് ഞെട്ടി പറഞ്ഞ ഒരു മുളകിന്റെ തൂക്കായി അല്ലേ? ആ നന്നായിരുന്നു. നിങ്ങൾ കച്ചവടക്കാരനാവാന് നന്നായി അനിയേട്ടാ. അതാണ് കച്ചവടക്കാരനായി കഴിഞ്ഞാലേ ഇതൊക്കെ കണ്ടുപിടിക്കണേ. അല്ല കച്ചവടക്കാരനായ ആൾക്കാരുടെ ഒക്കെ ഒരു കഷ്ടം. ഒരു കാര്യം പറയട്ടെ, ഇവിടെ കുമ്പളങ്ങിയും കോഴി ഉണ്ടാക്കിയിട്ടേ അടിപൊളിയായി പറഞ്ഞിട്ടേ കമന്റ് ഇട്ടിരുന്നു കേട്ടോ. പ്രത്യേകം പറയണ്ടല്ലോ, കുമ്പളങ്ങിയും കോഴി പറഞ്ഞ അടിപൊളിയാണ്. അത് മാത്രല്ല സാമ്പാർ വെച്ചു അത്ര ഞാൻ വെക്കുന്ന പോലെ. അപ്പൊ സാമ്പാർ വെച്ചപ്പോ അവര് പറയാണ് നന്നായിട്ടുണ്ട് പ്രസി, അവരുടെ അമ്മയ്ക്കും അവരുടെ ഭർത്താവിനൊക്കെ ഭയങ്കര ഇഷ്ടായിന്ന്. അപ്പൊ ഞാൻ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചിലവർക്ക് അറിയില്ല അല്ലെ നമ്മൾ ഉണ്ടാക്കുന്ന രീതികള്. ഇപ്പൊ ഞാൻ ഈ ഉണക്കമുളകില്ലേ ഒന്ന് പൊടിച്ചെടുക്കണ്ട കേട്ടോ. അങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കാരോ എനിക്ക് തോന്നില്ല. നോക്കട്ടെ, ഡയമണ്ട് ഡയമണ്ട് അല്ല, വെറുതെ അറിയാം. ഡയമണ്ട് അല്ലേട്ടാ, അതാ ഇതിന്റെ വെറും മണ്ടേ. എൻ്റെ പോലെ അവളും തുടങ്ങി മോതിരിടാൻ. എനിക്കായിരുന്നു അതിൽ ഭയങ്കര ഒരു പ്രാന്തായിരുന്നു മോതിരടൽ. അപ്പം അതുപോലെ സുഖനിക്കും തുടങ്ങി. എൻ്റെ ശീലങ്ങളൊക്കെ നീയും കണ്ടുപിടിക്കണം കുട്ടി. ഞാൻ ലേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കയ്യിൽ മോതിരം ഇടുക, കയ്യിൽ കുപ്പിവെള്ളം ഇടുക. ഇതിൻ്റെ എന്താ വെച്ചാൽ നമുക്ക് സ്വർണ്ണവളയൊന്നും എന്തായാലും കിട്ടില്ല. ടാങ്ക് പറഞ്ഞു എണ്ണ ഒഴിച്ചു. ഇതിന് നമ്മൾ വെളിച്ചെണ്ണ എണ്ണ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് വില ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ഉണ്ടാക്കില്ലല്ലോ ലേട്ടാ. എപ്പോഴും നമ്മൾ ഉണ്ടാക്കാത്ത കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറയാ. കുറച്ച് തോനെ വേണം കേട്ടോ, ഒരുപാടല്ല, കുറച്ച് ഇതാ സാറേ കണ്ടോ. ഇനി നമ്മൾ ഇതിക്കില്ലേ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഇന്ന് നമ്മൾ ഗ്യാസിലാണ്, പുറത്ത് തീ പിടിപ്പിക്കണ്ടേ. പുറത്ത് തീ പിടിപ്പിക്കുക. പക്ഷേ അതവിടെ വെള്ളം എണ്ണ കുറച്ച് ഗ്യാസ് ഉണ്ടല്ലോ. അതല്ല സുകന്യ അറിയാം, ഞാനൊക്കെ ഗ്യാസിൽ തന്നെ വെക്കുള്ളൂ. നമുക്ക് ഈ അടുപ്പിൽ വെക്കാനോ? അല്ലാണ്ട് വറകൊക്കെ പോയിട്ട് പൊട്ടിച്ചു കൊടുത്ത് ചോറ് വെക്കണേ. ഞാൻ എല്ലാം ചെയ്യും. ഇനിയിപ്പോൾ പുതിയ വീട്ടിലാണ് പറഞ്ഞു വെച്ചാലില്ലേ, എനിക്ക് പിശുക്കാൻ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. കാരണം വിറകിന് പോവുകയാണെ പറ്റിയ വിറകിന് പോവും. എന്തിനാ നമുക്ക് ആരോഗ്യമുള്ള സമയത്തല്ലേ നമ്മളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ലേട്ടാ. നമ്മൾ മടി പിടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് വിറക് വാങ്ങണ്ട കേട്ടോ. അപ്പുറത്തെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനും മടി പിടിക്കണം. ഞായറാഴ്ചയൊക്കെ ഉണ്ട് ആയി കിട്ടിയാൽ എന്തോ ഒരു സന്തോഷം. എന്നിട്ട് പോവും. ആരുടെ വീട്ടിലാ ടി വി ഓണാക്കിക്കണം, ആരുടെ വീട്ടിലാ ടി വി ഓണാക്കിക്കണം. ഇന്നത്തെ മക്കൾക്കൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ ലേട്ടാ. പുച്ഛിക്കും നമ്മളെ. എന്താ ഉണക്കമുളക് അല്ല അന്നത്തെ ആ കാലഘട്ടങ്ങളെ. ഞാന് അപ്പൊ അവരൊക്കെ അതന്നെ ഞാൻ പറയുന്നത്. ഇതാട്ടോ ഉണക്കമുളക്. അവരൊന്നും ഉറങ്ങണ ഉറക്കത്തിൽ വിചാരിച്ചിട്ടില്ല നമ്മളൊന്നും ഇങ്ങനെ വീഡിയോ ഇടുന്നോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇഡ്ഡലി കഴിഞ്ഞു, ദോശയും കഴിഞ്ഞു, ഇനി ചോറ്. ഇതാട്ടോ നല്ല പോലെ കണ്ടില്ലേ, നല്ല പോലെ മൂത്ത് വരണം. അവരൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇങ്ങനെ കേട്ടോ നല്ല പോലെ ഏട്ടാ ഇതാ കണ്ടോ നല്ല പോലെ അത് മൂത്ത് വന്ന് എന്തൊക്കെ പറഞ്ഞതാ. ഇനി നമ്മളില്ലേ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ അത് കാര്യം എണീക്കായിരുന്നു. നാളെ കൊറേ പൂവണ്ടിരാ മറ്റന്ന് എണീക്കില്ലല്ലേ. എല്ലാവരും അങ്ങനെയൊക്കെ പറയൂട്ടോ. കാരണം പൂവിടാൻ ഒരൊറ്റ കുട്ടിക്ക് ഇഷ്ടമല്ല. ഇന്ന് നാളെ അച്ചു പൂട്ടോളൂ മറച്ചു. എന്താ
നാളെ എന്താ വെച്ചോ അച്ഛൻ ചേച്ചി പോയി കഴിഞ്ഞല്ല പൂട്ട് കഴിഞ്ഞാൽ നടക്കുന്നാലും പൂ കൊണ്ടുവരാന് ആ നീ കിട്ടോ ഓ എന്നാ നാളെ നീ കിട്ടോ എന്നാ നീ പൂവ് വറുത്തോടുന്നവർക്ക് പൂവ് നീ അറുത്തോടുന്ന് കൊടുത്താൽ മതി ഇതാട്ടോ ചിക്കനില് അതിപ്പോ വെറൈറ്റി ചിക്കൻ ആണല്ലോ ഇതില് എരിവില്ല ആ എരിവിന് തന്നെ എൻ്റെ ഇപ്പം മുളക് പൊടി ഇട്ടേക്കണത് മുളകാണല്ലോ മുളക് പൊടിയല്ല മുളക് ഇട്ടേക്കണത് ഏയ് മസാല ഇത് ഡയറ്റിലെ ചിക്കനാണ് അപ്പൊ ഡയറ്റിലെ ചിക്കനാണ് അറിയാം ഏട്ടന് എരിവും ചൊടിയൊക്കെ ഉണ്ടാക്കി തന്നാ പോരെ ഞാന് പോരെ ഓ എന്താ കുഞ്ഞു നീ കാട്ടണ് ഇതാട്ടോ നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ മറന്നു പറയില്ലേ ചില കാര്യങ്ങൾ നമുക്ക് സന്തോഷമായാലും സങ്കടമായാലും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തീട്ടി വരണം അത് വരുമ്പോഴാണ് നമുക്കില്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയതാണല്ലോ എന്നുള്ളൊരു ചിന്ത വരുള്ളൂ അറിയോ അനിയേട്ടന് നമ്മളിങ്ങനെ ജീവിച്ചതാണല്ലോ എന്ന് ചിന്ത വരണമെങ്കിൽ അതിന് പ്രത്യേകം വേണ്ട അത് നമ്മൾ അനുഭവിച്ചതാണ് എന്ത് അതന്നെ പറയണത് എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടിയാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും നമ്മൾ കഴിഞ്ഞ കാലം നമ്മൾ ജീവിച്ചത് നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, സത്യം പറയുക ഇപ്പോൾ ഒരു സ്നേഹം കാര്യങ്ങളൊന്നുമില്ല. എത്രയൊക്കെ നമ്മൾ സ്നേഹത്തോടെ കഴിഞ്ഞതാണ് വെച്ചാലും സ്വത്തിനും മുതലിനും വേണ്ടി തമ്മിത്തല്ല് കൂടും. അത് അമ്മയാവട്ടെ ആരാവട്ടെ, അമ്മയോട് ആണ് വെച്ചാൽ ആരോടാണ് വെച്ചാലും ശരിക്ക് പണ്ടത്തെ ജീവിതമല്ലേ, ഒന്നുമില്ലാണ്ട് ആലപ്പരയൊക്കെ തന്നെയാണ് നല്ലതെന്ന് ചില സമയത്തൊക്കെ നമുക്ക് തോന്നി പോവാറുണ്ട് ഇല്ലേ? ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പോവാന്നല്ലാണ്ടപ്പോൾ പണ്ട് ജീവിച്ചെന്ത് ഇപ്പം ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. പണ്ടത്തെ സൗകര്യങ്ങളല്ല, പണ്ടത്തെ രീതിയല്ല. പണ്ടിപ്പോൾ കൂടെ അധികം ഉണ്ടാകുന്ന റോഡാണ് അപ്പോൾ ഉള്ളത്, പണ്ട് പോയിരുന്ന വണ്ടികളാണ് ഇപ്പോൾ പോണത്. ശരിയാ, അതിനനുസരിച്ച് ജീവിതം മാറും. അപ്പൊ അതൊക്കെ തന്നെ മാറ്റം, എല്ലാം മാറ്റം വരുന്ന. അന്ന് കാളവണ്ടിയിലെ പലർക്കും സാധനം കൊണ്ടുവന്നു. ഇന്നിപ്പോ കാളവണ്ടി കത്തിക്കുള്ള സമയമുണ്ടോ? കളറില്ലേ? ഏത് കളറാ വേണ്ട? ചുവപ്പ് കളറാ വേണ്ട. ഇനിയിപ്പോ ഞാൻ അതെന്ത് ചെയ്യണ്ട്? ഇത് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതാണ് ഇവിടെ വെറൈറ്റി ഒന്നും പറ്റില്ല. അത് മതി, കളർ വേണ്ടെന്ന്. കുറച്ച് കുരുമുളക് പൊടി കളറില്ലാത്തൊരു ചിക്കൻ ഉണ്ടാക്കാം. ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ടേസ്റ്റ് ആണ് വേണ്ട വെച്ച്, കളറൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ചിക്കൻ. ഇനിയിപ്പോ അതില് ചിക്കൻ മസാല നമുക്ക് അറേബ്യൻ ചിക്കൻ ഉണ്ടാക്കാം. അറേബ്യൻ ചിക്കൻ ആകുമ്പോ ചിക്കൻ തന്നെ വെള്ളം, നമ്മളിതില് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ചിക്കൻ എങ്ങനെ കിടക്കുന്നുണ്ടാവും ചിരിച്ചിട്ട്. ഇതിന്റെ കളർ മാറി വരുന്നുണ്ടോ അച്ചു? ഇപ്പൊ നോക്കി കളറ് ചുവപ്പ് കളറായി. ഇങ്ങനെ മാറി മാറി വരും. ഇനി ചോക്കണോ നോക്കിയൊക്കെ. ഇനി ലാസ്റ്റ് വെന്തിട്ടില്ല അച്ഛമ്മ. ഇഡ്ലി ചെമ്മിന്റെ അടപ്പെടുത്ത് കൊണ്ടുവന്നിട്ട് തടയ്ക്കട്ടെ കേട്ടോ. അവിടെ പൂര കളിയാണ് കുട്ടികൾ, അങ്ങോട്ട് പോകണ്ട. അമ്മു ചേച്ചി എന്താണെന്ന് അറിയോ? അമ്മു ചേച്ചി ഇന്ന് ചെറിയ തട്ടല്ല, ചെറിയൊരു വിഷമം. അമ്മുല്ലേ നേരെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. ഇനി അരിഷ്ടം എന്തെങ്കിലും ആയോ, അവളോട് ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കുട്ടിക്ക് തീർച്ചയായും വരും. എന്താ ചേട്ടാ അതങ്ങനെ? ഞാൻ പറയുക, കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രായം അങ്ങനെയല്ലേ. അപ്പം അത് കാരണമാണ് കേട്ടോ നമ്മൾ ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നത്. എന്നാൽ ഇനി ഇതിൻ്റെ കുറച്ച് നമ്മൾ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്താ കുറച്ചെടുത്ത് വെച്ച് നാളേക്ക് ഇവർക്ക് മാത്രമായിട്ട് കുറച്ച് വരട്ടി കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെ തന്നെ വരികയല്ലേ. അതൊക്കെ ഇവിടെ നോക്കിയാലേ അറിയോ. എന്റെ അമ്മ മാമുണ്ട് കേട്ടോ. അമ്മ ഇത്ര നേരത്തെ ഉറക്കം വരുവേ? എന്താ അത് ഇത്ര നേരത്തെ ഉറക്കം വരുന്നു? എന്താ അച്ഛമ്മ കിച്ചത ക്ലബിക്ക് ക്യാരം ബോർഡ് കളിക്കാൻ പോട്ടെ എന്ന് ചോദിക്കണം. ഉറക്കം വരാൻ തുടങ്ങിയപ്പോഴേക്ക് കിച്ചൂരില്ലേ ഇവിടെ കളിക്കാനൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കളിക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി കഴുകി കഴിക്കും. ക്യാരറ്റ് നല്ല പോലെ കഴുകി. ഇതിൽ വെള്ളമൊന്നും നേരെ കഴുകി. എന്താ അവിടെന്നറിയോ? എന്താ അവിടെ
എന്തിനാ തെറ്റിക്കണ്? ആരെ തെറ്റി? കുഞ്ഞുണ്ണിയാണല്ലോ. അമ്മ ഞാൻ സാധനം കാണിച്ചു പപ്പ പപ്പ കേരം ബോർഡല്ലേ? ഒക്കെ വാങ്ങാം. ആദ്യം വീട് പണി തീർട്ടെ, എന്ത് ബോർഡാണ് കൊണ്ട് വാങ്ങാം. കേട്ടോ ആട്ടാ, അതാ കുട്ടിയിൽ കയറണം. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാണ്ടോ അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി മാറി വന്നില്ലേ? വേവണേ ഉള്ളൂ, ഇതിൻ്റെ വെള്ളം വറ്റച്ചു കളറ് അതന്നെ വന്നതേ. കളറൊക്കെ മാറി മാറി വരും. കുരുമുളക് പൊടി നമുക്ക് വേണം പറഞ്ഞിട്ട് ഇട്ട് കൊടുത്താട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നല്ല നല്ല മാറും കേട്ടോ. അതല്ല രസം. അച്ചുട്ടിയില്ലേ, അച്ചുട്ടി നമ്മള് പട്ടുപാവടയൊക്കെ ഇട്ടിട്ടേ എന്താ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അല്ലേ, സ്റ്റുഡിയോ പോയി എടുക്കണം കേട്ടോ, അച്ചുൻ്റെ അമ്മൂൻ്റെ അല്ലേ. നമ്മളെ ആർക്കും വേണ്ടാലോ. പട്ടുപാവട ഇട്ടെന്നിട്ട് എന്റെ ഫോട്ടോ എടുക്കാം. കിച്ചുവിന് പട്ടുപാവടയൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കാം. എന്ത് മനസ്സിലായിന്? അച്ചു എന്റെ ബാഗിൽ 2 കമ്മല് വാങ്ങിയതുണ്ട്, അതൊന്ന് എടുക്ക്. എന്നാ 2 എടുത്തിട്ട് വന്നാ. കമ്മല് വാങ്ങിയിട്ടുണ്ട്, എടുത്തിട്ട് വന്നാ. കണ്ടോ തെറ്റി. ഇനി നാളെ നിനക്ക് 2 കമ്മലും വാങ്ങിത്തരാം, ഒരു മാലയും വാങ്ങിത്തരാം, 2 കൈക്ക് 2 വാളിയും വാങ്ങിത്തരാം, 3-4 മോതിരം വാങ്ങിത്തരാം. മതിയോ? കാലിലിടാനൊരു വാസരവും വാങ്ങിത്തരാം. അല്ലേ ഇതൊക്കെ വേണം പറഞ്ഞാൽ അതും വാങ്ങിത്തരാലോ അല്ലേട്ടാ? വാങ്ങിത്തരാം കേട്ടോ. അമ്മ പൂട്ടി പേടിക്കണ്ട കേട്ടോ. എന്നിട്ട് ഈ മുടിയൊന്നും ഇനി വെട്ടണ്ട. എൻ്റെ കുട്ടിയൊക്കെ ഇങ്ങനെ ആയിക്കോ. ഇപ്പോഴത്തെ മോഡലാണ് ഇപ്പോൾ ആൾക്കാർ, ആണുങ്ങൾ കാലിലും കയ്യിലൊക്കെ ഇട്ട് നടക്കുന്നത്. ഇതെന്താ ഇങ്ങനെ വന്ന് കിടക്കുന്നത്? വെള്ളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ ചാർജ് അടുക്കളയില വന്ന് കിടക്കണേ. എന്ത് തലയാണ് അവളുണ്ടാക്കിയ തലയാണ്? ഏട്ടാ കണ്ടോ? ഇതിന് 40 രൂപ കേട്ടോ ഈ കമ്മലിന്. പിന്നെ ഞാൻ പറയാറില്ലേ എപ്പോഴും എനിക്ക് കമ്മൽ ഭ്രാന്ത് കൂടുതലുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ പാല് കാച്ചലിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ കമ്മലാണ് കേട്ടോ. ഇതില് സരസ് കണ്ടോ, കണ്ടില്ലേ? ഇത് 60 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ കോങ്ങാട് ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ ഈ ഒരു കമ്മലിന് മാത്രം അവർ 180 രൂപ പറഞ്ഞു. 180 രൂപ. സ്റ്റോണിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഞാനൊരു കമ്മൽ കാണിച്ചു തരാം കേട്ടോ. ഒന്നും കൂടി കാണും. എവിടെ ഉണ്ടോ? അപ്പൊ കണ്ട് കിച്ചുവിന് കാണിച്ചു കൊടുക്ക്. ഈ കമ്മല് നമ്മൾ 160 രൂപയ്ക്ക് എന്താ എനിക്കിൻ്റെ കോങ്ങാട്ടുന്ന്. ഇത് കുറേ ആയിട്ട് അത് വാങ്ങിയിട്ട് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഏത് ഇതിനേക്കാളും ഒരു ഭംഗിയില്ല ഇത് ഇല്ലേ കാണാൻ? അല്ല എന്നാലും ഇല്ലേട്ടാ. ഈ കണ്ടോ ഈ ഒരു ഇത്? പക്ഷേ അല്ല, കമ്പയർ ചെയ്യല്ല നമ്മള്. ഓരോ വില കൂടുതൽ. അപ്പോഴേ നിങ്ങൾക്കുള്ള വേവട്ടെ ചിക്കൻ അല്ലേ? ഇതാ കണ്ടോ കളർ മാറിയിട്ട്. കൂട്ടുകാരെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. എന്ത് എന്തോ ഒരു പേര്. കിച്ചു ഒരു പാട്ട് പാടിക്കാം. കിച്ചു ഇല്ലേ
ഓണം കഴിഞ്ഞിട്ട് കിച്ചുവിന്റെ ക്ലാസ്സില് കിച്ചു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ആ പാട്ടൊന്ന് പഠിക്കാ. ഏ എന്തറാ കിച്ചു കൊണീനുണ്ടോ? എന്താ ഈ ചക്കര്? കിച്ചു ഇങ്ങനെ വന്നിട്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊണിഞ്ഞു കഴിഞ്ഞല്ലേ ഈ കുഞ്ഞുണ്ണിക്ക് എന്തൊരു ദേഷ്യം വെച്ചിട്ടാ. കുഞ്ഞുണ്ണി അപ്പോൾ വേഗം വന്നിട്ട് എൻ്റെ കാലിൽ ചുറ്റും. ഇന്നിപ്പോൾ അവിടെ കളിക്കുക. കുഞ്ഞുണ്ണിയേ, കുഞ്ഞുണ്ണി കണ്ടോ? കുശുമ്പ് എന്ന് പറയുന്ന കുഞ്ഞുണ്ണി, നീ ഏട്ടനാണ്, അവർ നിൻ്റെ അനിയന്മാരാണ്. അപ്പം നീ അനിയന്മാർക്ക് വിട്ടു കൊടുക്കണം. ഏട്ടന്മാര് അങ്ങനെയാണ് ചെയ്യണ്ടത്. വായോ, നമ്മുടെ കുട്ടി ഇയാണേ, എന്റെ കുട്ടി ഇയാണേ. വാ വിട വിട, അതൊക്കെ അറിയണു. കുഞ്ഞുണ്ണി, നമ്മുടെ കുട്ടി വായോ. കുഞ്ഞുണ്ണി, ഓ അച്ചുവിന്റെ കാല് കാണാൻ എന്തൊരു ചന്ത. വായോ. അവൻ രാത്രിയിൽ കടക്കാൻ കുഞ്ഞുണ്ണി വാ. ആയിട്ടോ, നമ്മുടെ ചിക്കൻ കണ്ടോ സെറ്റപ്പായി. ഒരു പാത്രം എടുക്ക് ചേട്ടാ. ഇപ്പൊ കാണുമ്പോ എങ്ങനെ തോന്നുന്നുണ്ട്? ഇപ്പൊ അടിപൊളിയായി. ഇപ്പൊ മസാലയൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ. നീ ഇപ്പൊ അത് കഴിച്ചു നോക്കി വെച്ചിട്ടാ, എന്നിട്ട് ആ പീസ് തരാം ചേട്ടാ. ആദ്യം നീ ഒന്ന് കപ്പലോണ്ട് ഞങ്ങള് ഇതിന്റെ കൂടെ എന്താണെന്നറിയൊന്ന് ചാറ് കറി. കുട്ടികൾക്ക് പിന്നെ ചാറ് വേണ്ട കേട്ടോ, അവർക്ക് ഇത് മതി. പുളിഞ്ചാറ് കഴിച്ചു. അമ്മോ ഞാൻ എന്നാണ് എന്ത് നിക്കണ്, എവിടേക്ക് നിക്കണ്? മാങ്ങേ കരള് മാങ്ങല്ല, ചക്കണ്ട്. കഴിക്കു കുഞ്ഞാ. മാങ്ങല്ല മാങ്ങല്ല മാങ്ങല്ല. കിച്ചു എങ്ങനെ നിനക്ക് ഇഷ്ടായടാ? പിന്നെ അച്ചുട്ടിയേ ഇതാണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് കണ്ടേട്ടാ. എന്തേ കണ്ടില്ലേ? അതാ എപ്പോഴും നമ്മളുണ്ടാക്കുമ്പോ ഇതിനധികം ചെലവില്ല കേട്ടോ. ചെറിയ ഉള്ളി, ചോറ് വേണ്ടേ, ചെറിയ ഉള്ളി, എന്താ നമ്മുടെ ഇത് മാത്രം മതി. ഉണക്കമുളകും ഉപ്പും വേണമെങ്കിൽ കുറച്ച് കുരുമുളകും, അത്ര മതി കേട്ടോ. വേറൊന്നും വേണ്ട. തക്കാളി ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ വരട്ടിയത് കൂട്ടിയിട്ടേ. നീ പുളിയില്ല, കഴിച്ചോ എല്ലാവർക്കും. അമ്മോ ഇപ്പോഴേ ഞങ്ങളിതാ ഞാനൊരു കഷ്ണം കഴിച്ചോട്ടെ കേട്ടോ. രസമുണ്ട് കേട്ടോ. ഉണക്കമുളക് മാത്രമേ പറഞ്ഞത്. കുറച്ച് എരിവ് വേണം, ഇതിൽ കുറച്ച് എരിവുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടി ചോദിക്കുക. അപ്പൊ എടുത്തെന്താ വേണ്ടത്? വാങ്ങി കഴിക്കടാ. ആ ഇല്ല, ഇതില് ചാറ് പുളിഞ്ചാറുണ്ടോ? എടുത്തോ. ഇല്ലടാ ഇല്ല, ഇതാ ചാറില്ലേ വരട്ടുക ചെയ്ത് ഞാനേ. എല്ലോ ഇവിടെ ഇരുന്ന് കഴിച്ചു നോക്ക്. അച്ചൊട്ടിയല്ലേ ഇത്? ഇതെന്താ ഇത് കളർ ഇങ്ങനെ പറഞ്ഞത്? അവർക്ക് ആർക്കും പൊളിഞ്ചാറ് വേണ്ട. എന്താണ് അത്? ഉള്ളിയാണേ. ഇരുന്ന് കഴിക്കും അച്ചു. എങ്ങനെയുണ്ട് അച്ചു? നിൽക്കുന്നു. ഓ ചൂടുണ്ടോ? കുറച്ച് ചൂടില്ലാണ്ടിരിക്കും. ചട്ടി നിർത്തല്ലേ? കുറച്ച് എരിവുണ്ടെന്നോ? കുറച്ച് എരിവ് ആണല്ലോ. ചിക്കനല്ലേ, എരിവില്ലാണ്ട് എന്തിനു പറ്റും? മസാലയും കൂടി ഇല്ലാത്ത. ബാക്കിയൊക്കെ ഓക്കെ ആണോ? ഇഷ്ടമായോ? നീ ഇങ്ങനെ ഉണ്ടാക്കണോ? അപ്പോൾ അച്ചു അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. കുഞ്ഞൻ കൊണ്ടുപോയി ഇനി കുഞ്ഞുണ്ണിക്ക് കൊടുക്കട്ടെ. കുഞ്ഞുണ്ണി ഇനി കിച്ചു എൻ്റെ അടുത്തേക്ക് വന്നല്ലോ, അതുകൊണ്ട് ഇനി കുറച്ച് നേരമൊക്കെ എൻ്റെ അടുത്ത് പണങ്ങിയിരിക്കും. അവൻ്റെ പണക്കം മാറ്റട്ടെ കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് വരാം. ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂലേ. ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മളൊരുപാട് വലിയ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നാലും അതുണ്ടാക്കി നിങ്ങളും അത് വീട്ടിലുണ്ടാക്കണുണ്ട്, നിങ്ങൾക്കത് ഇഷ്ടമാവണുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ് അല്ലേ ഏട്ടാ? പിന്നെ എല്ലാതും ചോദിക്കാറുണ്ട്. ചിലവരിങ്ങനെ ചെമ്മീൻ വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കുറേ പേര് വെളുത്തുള്ളിയും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. അവരൊക്കെ എന്നിട്ട് പറഞ്ഞിരുന്നു നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം എല്ലാവരും പറയും ഒരുപാട് കുറേ സാധനങ്ങളില്ലെങ്കിലും ഉള്ളത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് കുറേ വാറ്റി വലിച്ച് ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് ഈ നാടൻ കറികൾ പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മളും പരീക്ഷിക്കും അതേപോലെ. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഓരോന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ അതൊക്കെ ചെയ്യാട്ടോ. വീഡിയോ എന്തായാലും അതൊക്കെ ചെയ്ത് നമ്മൾ വീഡിയോ കാണിച്ചു തരും. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. അമ്മു വാ.